നമ്മുടെ പാലപ്പത്തിനും പാലാടയ്ക്കും ഒക്കെ ചേരുന്ന ഒരു മധുരക്കറി തയ്യാറാക്കാം. ഇതിനായിട്ട് പഴുത്ത ഏത്തപ്പഴം, നെയ്യ്, തേങ്ങ ചിരകി പാലെടുത്തത്, പഞ്ചസാര, ഇത് ബ്രൗൺ കളർ പഞ്ചസാരയാണ്, വെള്ള കളറും എടുക്കാം കേട്ടോ. അണ്ടിപ്പരിപ്പ്, വറവിടാനായിട്ട് അണ്ടിപ്പരിപ്പും കിസ്മിസും ഏലക്കയും, ഏത്തപ്പഴം ചെറുതായി നുറുക്കിയത്, പാകത്തിന് വെള്ളം ചേർത്ത് വേവിച്ചെടുക്കണം. വെള്ളം കൂടി പോരുത്. വെന്ത് കഴിയുമ്പം ഉടയ്ക്കേണ്ട ആവശ്യമില്ല. നല്ല കട്ടി തേങ്ങാപ്പാൽ ചേർക്കുക. കട്ടി തേങ്ങാപ്പാൽ ചേർത്ത് കഴിഞ്ഞാൽ തിളപ്പിക്കരുത്. പഞ്ചസാര കൂടി ചേർത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യണം. ഇനി വറവിടാനായിട്ട് 2 സ്പൂൺ നെയ്യിൽ അണ്ടിപ്പരിപ്പും കിസ്മിസും ഏലക്കയും കൂടി ചേർത്ത് ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് വറവിടാം. നമ്മുടെ മധുരക്കറി തയ്യാർ. ഇത്രയേ ഉള്ളൂ, വളരെ എളുപ്പമാണ്. ഇതിൻ്റെ കൂടെ കോമ്പിനേഷനായിട്ട് നമുക്ക് അപ്പമാണ് ഇന്ന് ഉള്ളത്. അപ്പോൾ ഈസി ആയിട്ട് പാലപ്പം തയ്യാറാക്കുന്നത് ഒന്ന് കാണാം. ഒരു 2 കപ്പ് പച്ചരി, ഒരു 6-7 മണിക്കൂർ കുതിർത്തതാണ്, 1 കപ്പ് തേങ്ങ, 1/2 കപ്പ് ചോറ്. ഞാൻ ഇതിന് വെള്ളത്തിന് പകരം തേങ്ങാവെള്ളം തന്നെയാണ് ചേർക്കുന്നത്. തേങ്ങാവെള്ളത്തിൽ കുറച്ച് പഞ്ചസാര ഇട്ട് ഒരു 4-5 മണിക്കൂർ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു കള്ളപ്പത്തിൻ്റെ എഫക്റ്റ് കിട്ടും. സോഫ്റ്റായിട്ടുള്ള അപ്പം ഉണ്ടാക്കാം. മിക്സിയുടെ ജാറിലേക്ക് തേങ്ങ, ചോറ്, പച്ചരി, നമ്മുടെ മധുരം ചേർത്ത തേങ്ങാവെള്ളം ഇത്രയും കൂടി നന്നായിട്ട് നല്ല മയത്തിലരച്ച് ഒരു രാത്രി അല്ലെങ്കിൽ ഒരു 6-7 മണിക്കൂർ വെച്ച് നല്ലതായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. അതിൽ കുറച്ച് സോഡാപ്പൊടി കൂടിപ്പോയി കഴിഞ്ഞാൽ അപ്പം ചുവന്നിരിക്കും, ചെറിയൊരു ചുവയുണ്ടാവും. അപ്പം ആവശ്യത്തിനേ സോഡാപ്പൊടി ചേർക്കാവുള്ളൂ. പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് നമുക്ക് ചുട്ടെടുക്കാം. പാനിലൊഴിച്ച് ചുറ്റിച്ച് അടച്ച് വെച്ച് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റായിട്ടുള്ള പാലപ്പം തയ്യാർ. അപ്പോൾ പാലപ്പത്തിനും പാലാടയ്ക്കും ഒക്കെ കോമ്പിനേഷനായിട്ടുള്ള മധുരക്കറിയും പാലപ്പവുമാണ്. അതിൻ്റെ കൂടെ ഞാൻ ചായയും കൂടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ പ്രതലിന് നല്ല സോഫ്റ്റായിട്ടുള്ള പാലപ്പവും മധുരക്കറിയും ചായയും. ഇഷ്ടമായോ? ഇഷ്ടമായാലും സബ്സ്ക്രൈബ് ചെയ്യണേ.